സർ മലയാള സിനിമ ഒരുപാട് മാറിയിരിക്കുന്നു. നമുക്കറിയാം പ്രേംനസീറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ആ നിർമ്മാതാവിനെ വിളിച്ച് അടുത്ത പടം ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കുന്ന അത്രയും നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുപോലെ സത്യൻ മാഷൊക്കെ പരിശോധിച്ചാൽ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ മുഴുവൻ ലഹരി പദാർത്ഥങ്ങൾ നിറയുന്നു. അതുമാത്രമല്ല ഇത്തരം നടന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണും? സിനിമയിൽ ഈ ലഹരി എന്ന് പറയുന്ന ഒരു പുതിയ സംഗതിയല്ലേ. പക്ഷേ ഈ പുതിയ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ലഹരി പ്രയോഗം യഥാർത്ഥത്തിൽ മദ്യത്തിന് ഒരു ഭയങ്കരമായ ഒരു മഹിമ മദ്യം ഒരു മഹിമവത്കൃതമായ ഒരു സംഗതിയായിട്ട് മാറുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് പറയുകയുണ്ടായി, സിനിമ എന്ന് പറയുന്നൊരു പവിത്രമായ സ്ഥലമൊന്നുമല്ല, അവിടെയും ഈ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം പോലീസ് നടത്തുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ലഹരി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മദ്യത്തിന് അതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയിട്ട് ലഹരി മയക്കുമരുന്നിനെ മാത്രം ലഹരിയിലായിട്ട് കാണുന്ന ഒരവസ്ഥയിൽ ഇപ്പം ഈ മയക്കുമരുന്നിൻ്റെ ഈ അതിപ്രസരം കാരണം ഇപ്പം ലഹരി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ മദ്യം എന്നുള്ളത് അത്ര അപകടമല്ലാത്ത, അതല്ലെങ്കിൽ ലഹരി ഇല്ലാത്ത ഒരു വസ്തുവിൻ്റെ ഒരു സ്റ്റാറ്റസിലേക്ക് അതിനെ മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സാധാരണ സ്റ്റേഷനറി കടകളിലൊക്കെ ബിയറൊക്കെ കിട്ടുന്നത് പോലെ ലഭ്യമാക്കുന്നു. പിന്നെ IT പാർക്കുകളിൽ അത് ലഭ്യമാക്കാൻ പോകുന്നു. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും മുറുക്കാൻകടയിലുള്ള നമുക്ക് ബാറുകളെ കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡ്രൈ ഡേയിലും ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തുന്നു. പിന്നെ നൗകകളിൽ മറ്റേ ആഡംബര നൗകകളിൽ മദ്യം വിളമ്പാന്ന് മദ്യവർജനമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതെ, അതൊരു പിന്നെ വൈരുദ്ധ്യാത്മിക ഭൗതിക സമ്പ്രദായത്തിലൂടെ ആയിരിക്കും ഒരു മദ്യവർജനം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം മദ്യം ഇങ്ങനെ കേരളത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് ഒഴുക്കുന്നുണ്ട്. അതിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല. ഒരുപക്ഷെ ഈ ലഹരി വേട്ട കുറച്ച് നടത്തിയിട്ട് ഈ ലഹരിയുടെ ഈ വേട്ടയിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഒരു നല്ല മറയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ലഹരി വേട്ട സൃഷ്ടിക്കുന്ന മറയ്ക്ക് പിന്നിലായിട്ട് ഒട്ടേറെ ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അവിടെ ഒതുങ്ങി നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിനെതിരെ ഉള്ള CBI അന്വേഷണം, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള കുറ്റപത്രം നൽകൽ, ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഈ ലഹരി വേട്ട മറയ്ക്ക് പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിലെ ഈ ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ ഈ മദ്യം പണ്ടുകാലം മുതൽ ഈ പറയുന്ന മലയാള സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഈ മദ്യത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തന്നെ അത് പല പല ആൾക്കാരുടെയും ജീവിതം പോലും നമ്മുടെ മുമ്പിലുണ്ട്. പ്രതിഭാധനന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ മദ്യത്തിനും അതേപോലുള്ള ലഹരിക്കൊക്കെ അടിപെട്ട് പോയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. പിന്നെ ഈ സിനിമ ഒരു പ്രത്യേക ഒരു ലോകമാണ്. ആ ലോകത്തിനകത്തേക്ക് സാധാരണ ജനത്തിന്, അതല്ലെങ്കിൽ നമ്മളുടെ മുഖ്യധാരാ ജനത്തിന് പ്രവേശനമില്ല. അതിനൊരു ഭയങ്കര കെട്ടുപാടുകളുണ്ട്. ആ കെട്ടുപാടുകൾക്ക് പുറത്തേക്ക് ആ കെട്ടുപാടുകളെ നിലനിർത്തുന്ന ഒരു ശക്തികളുണ്ട്. അപ്പോൾ ആ ശക്തികൾക്കുള്ളിൽ ആ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭദ്രമാണ്. അതിനകത്താണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഒരു ഓട തുറന്നു വിടുന്നത് പോലെ നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത്. അത് കുറേ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് കുറച്ച് പേജുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും കുറേ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ ആരാധനയോടെ നമ്മൾ നോക്കിക്കണ്ട താരങ്ങളൊക്കെ നിശബ്ദത പാലിച്ചു. അവരും കുറച്ചാൾ ഒതുങ്ങിയിരുന്നു. വീണ്ടും ഈ താരങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് വീണ്ടും മാധ്യമങ്ങൾ അവരുടെ പിന്നാലെ ഈ എന്താ പറയുക താര പദവിയും മറ്റേ നൽകിക്കൊണ്ട് തിരിച്ചു വീണ്ടും പോകുന്നു. അവരെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ഇമേജും അതിൻ്റെ നിലനിൽപ്പും ഗ്ലാമറും എല്ലാം ഇങ്ങനെയാണ് ഈ സിനിമയുടെ തോന്നുന്നത്. അതിനകത്തെല്ലാം കൂടെയാണ് ഈ ഇത്തരം സംഗതികൾ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഈ ലഹരി എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലഹരി മാഫിയയ്ക്ക് പോലും ഈ ചില സംഗതികളെ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിപ്പം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഏതെങ്കിലും ഒരു അനാശാസ്യമാണെന്ന് തോന്നുന്നൊരു അവസ്ഥയെ
അതല്ലെങ്കിൽ അനധികൃതമാണെന്ന് തോന്നുന്ന ഒരവസ്ഥയെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയിലൂടെയും അതല്ലെങ്കിൽ ഒരു ആവർത്തിച്ചിട്ടുള്ള അംഗീകാരം കിട്ടുന്ന രീതിയിൽ ഉള്ളൊക്കെ നടത്തിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യാന്ന് പറയും, സാമാന്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ സാമാന്യവൽക്കരിക്കുന്ന സമയത്ത് അതൊരു സംസ്കാരമായിട്ട് മാറുകയും അതൊരു വിപണിയായിട്ട് മാറുകയും ചെയ്യുകയാണ് ഞാൻ. ഈ മയക്കുമരുന്നിൻ്റെ വിപണി അതുപോലെ തന്നെയാണ്. ഇപ്പം ഷൈൻ ചാക്കോ 10 വർഷത്തിന് മുമ്പ് മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഒരു വ്യക്തിയായിരുന്നു. ഒരു 15, 25, 30 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഒരു കേസിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിലല്ല ഏത് രംഗത്താണെങ്കിലും അത്ര ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു പബ്ലിക് ലൈഫ് ബുദ്ധിമുട്ടാകുമായിരിക്കും. പക്ഷേ ഷൈൻ ചാക്കോ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അവസരങ്ങൾ കൂടിയതെന്നല്ല. അതേപോലെ തന്നെ മറ്റൊരു നടൻ ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കാര്യം പറഞ്ഞേക്കും, അത് പല നടന്മാരെയും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഈ ചർച്ചകളിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇവരുടെയൊക്കെ സ്റ്റാർ വാല്യൂ വർദ്ധിച്ചു വരുന്ന സാധനമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് നോർമലൈസ് ചെയ്ത് ഇതിനൊരു ഗ്ലാമറിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെയാണ് ഈ കുട്ടികളും അതേപോലെയുള്ള മറ്റുള്ളവരും ഒക്കെ ഇതിനകത്തേക്ക് ഇത് വലിയ അപകടമൊന്നും അല്ലാത്ത ഇതൊരു ഭയങ്കര അനുകരണീയമായ ഒരു അവസ്ഥയിലേക്ക്. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവരിപ്പോ പുതിയ നടന്മാര് സെറ്റിലൊക്കെ വരുന്ന അവർക്ക് തോന്നിയ സമയത്താണ്. പിന്നെ അതുപോലെ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ പെട്ടെന്ന് മൂഡ് സിംഗ് എന്നൊക്കെ ഉള്ള വേർഡ് മൂഡ് സിംഗ് ആയി പോയി, പിന്നെ 3 ദിവസത്തേക്ക് കിട്ടത്തില്ല. അതെ അതെ, അങ്ങനെയൊക്കെയാണ്. നമുക്ക് അറിയാം, പണ്ട് നസീറും സത്യൻ മാഷും ഒക്കെ കൃത്യസമയത്ത് 5 മണിക്കൊക്കെ സെറ്റിലെത്തും. ഒരിക്കൽ ഏതോ ഒരു ദൂരെ ഒരു സെറ്റിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാറ് വിട്ടു. അപ്പോൾ കാറ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി കൊണ്ടുവരുന്ന ഒരു ലോറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോറിയിൽ കയറി അദ്ദേഹം വരികയുണ്ടായി. കൃത്യസമയത്ത് തന്നെ വന്നു. അപ്പോൾ ഇവരാകെ വിഷമിച്ചിരിക്കുക, ആ വണ്ടി ഇല്ല, ഇനി വേറൊരു വണ്ടി സംഘടിപ്പിക്കാനില്ല. അപ്പോഴാണ് ലോറിക്കകത്തുനിന്ന് പ്രേം നസീർ ഇറങ്ങി വരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നാണ് തമിഴ് ഇൻഡസ്ട്രി, ഉദാഹരണത്തിന് രജനീകാന്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും 1 മിനിറ്റ് പോലും വൈകിട്ടില്ല, വളരെ നേരത്തെ എത്തുകയും ചെയ്യും. മോഹൻലാലും അതുപോലെ തന്നെ. അതെ. അതേപോലെ തന്നെ കമൽഹാസൻ. അപ്പൊ തമിഴ് ഇൻഡസ്ട്രി ഇവരിപ്പോഴത്തെ പുതിയ തലമുറ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന 3 മണിക്കൊക്കെ, വൈകിട്ട് 3 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. അതിന് പുറകെ പ്രൊഡ്യൂസേഴ്സ് പോവുകയാണ്. അവിടെയാണ് ഇത് വരുന്നത്. ഈ ഒരു സ്റ്റാർ വാല്യൂലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, മൂഡ് സിംഗ് ആയാൽ, സാറിന് മൂഡ് സിംഗ് ആയി കഴിഞ്ഞാൽ എടുക്കാനുള്ള ഷോട്ടും കൂടെ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചേക്കും. കാരണം സാറ് ചിലപ്പോൾ 2 മണിക്ക് മൂഡ് സിംഗ് ആയാൽ 2 മണി മുതൽ 6 മണി വരെ എടുക്കാൻ വേറെ സ്ക്രിപ്റ്റിലുള്ള മറ്റു സാധനം റെഡിയാക്കി വെച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ഷൂട്ട് മുടങ്ങുമല്ലോ. അതേ രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ അതാണ് പുതിയ ഒരു കൾച്ചറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഇപ്പൊ ഷൈൻ ചാക്കോ ഇപ്പം കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ സ്റ്റാർ വാല്യൂ കൂടും. സ്റ്റാർ വാല്യൂ കൂടുകയും അതോടൊപ്പം തന്നെ കുറെ ഇപ്പൊ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പൊ ഷൈൻ ചാക്കോ പോയിട്ട് ഏതെങ്കിലും ഒരു ലേഡി റിപ്പോർട്ടർ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് പോയിട്ട് ഇന്റർവ്യൂ ചെയ്യുകയും അദ്ദേഹത്തിന്റെ രീതിയിൽ സംസാരിക്കുകയും അതിനെ ഗ്ലാമറൈസ് ചെയ്തുകൊണ്ട് അതിങ്ങനെ വരികയും അത് സ്വാഭാവികമായിട്ട് എല്ലാവരും കാണും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു നോർമലൈസേഷനും ഗ്ലോറിഫിക്കേഷനും വരുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഒരെണ്ണം കണ്ടത്, ഷൈൻ ടോം ചാക്കോ ഒരു കാർ ഓടിച്ചുകൊണ്ടൊരു വനിതാ ജേർണലിസ്റ്റ്, ഒരു യൂട്യൂബർ ചോദ്യം ചോദിക്കുക. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? അന്നേരം പഠിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഓടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ അപകടകരമായ രീതിയിൽ പുള്ളി വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു. അപ്പോൾ ഈ അവതാരിക ഇരുന്ന് പേടിച്ച് വിറയ്ക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നുള്ളതാണ്. ആ ഒരു മാറ്റത്തിന്റെ ഒരു അവസ്ഥയാണ്. എങ്ങനെ ഇത് ഒരു അബോധാവസ്ഥയിലൂടെയാണ് സൊസൈറ്റി പോകുന്നത്. മനസ്സിലായില്ലേ? ആ അബോധാവസ്ഥയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് അത്. എല്ലാ രംഗങ്ങളിലും ഈ മയക്കുമരുന്നും ഈ എല്ലാ പ്രവണതകളും ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു ലോകം വളരെ ആർക്കും ഈ പുറം ലോകത്തിന് വെളിച്ചം അധികം കടത്തിവിടാൻ പറ്റാത്ത അല്ലെങ്കിൽ കിടക്കാൻ അനുവദിക്കാത്ത ഒരു ലോകമാണ്. അപ്പോൾ അവിടെ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ഒരു അപകടം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പെൺകുട്ടി ഇതേപോലൊരു അവസ്ഥയിൽ പെട്ടുകഴിഞ്ഞാൽ, ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പരാതിപ്പെടില്ല. പാർവതി ഉൾപ്പെടെ ഷൈൻ ടോം ചാക്കോ അല്ലത് മാത്രമല്ല, ഇപ്പൊ വിൻസി അലോഷ്യസ് പരാതി കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നല്ലത് പുറത്തുപോയി. അപ്പൊ അതുകൊണ്ട് ഇത് തൽപര കക്ഷികൾ തന്നെയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. കാര്യം ഇനി വിൻസി അലോഷ്യസിന് എത്രമാത്രം ചാൻസുകൾ ലഭിക്കുമെന്നൊക്കെ ഉള്ളതിനെ കണ്ടറിയണം. മാത്രമല്ല അവരറിയാതെ ഇത് പുറത്തു പോവുകയും ചെയ്യും.
അപ്പോൾ ആ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നില്ല. അപ്പം ഇനി നാളെ ഇതുപോലൊരു നടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടാവുകയും അവർക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പരാതി കൊടുക്കരുത് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് മെസ്സേജും കൂടെ, ഒരു ശക്തമായ സന്ദേശം കൂടെ മലയാള സിനിമ ഈ ഷൈൻ ചാക്കോ സംഭവത്തിലൂടെ നൽകിയിരിക്കുകയാണെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.